അപ്പോൾ ജപമാല അത്ര ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ഒരു സമ്മാനം. അത് ക്രിസ്തു കേന്ദ്രീകൃതമായ മനോഹരമായ ലളിതമായ ഒരു പ്രാർത്ഥന. നമ്മൾ അതിൻ്റെ വില കുറച്ച് ഒട്ടും കാണാൻ പാടില്ല. ജപമാല കയ്യിലേന്തിയ അപ്പച്ചനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ച് ഈ ജപമാലമണി ഇങ്ങനെ മാറ്റി മാറ്റി ചെല്ലുന്ന അത്ര മനോഹര വിശുദ്ധമായൊരു കാഴ്ച. വിശുദ്ധ ബാർത്തലോ ലോങ്ക പറയുന്നുണ്ട്, ഈ ജപമാല ചൊല്ലി 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 ഞാൻ ഈശോയിലേക്ക് അടുത്ത് അവസാനം ഈശോയെ കാണാനും പരിശുദ്ധ അമ്മയെ കാണാനും സാധിക്കുമെന്നൊരു ഉറപ്പ്. എന്നിട്ട് പറയാണ്, മരണസമയത്ത് ഞാൻ ഇത്രനാൾ ചൊല്ലിയ ജപമാലയുടെ ഈ കുരിശിനെ ആയിരിക്കും ഞാൻ മുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു 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 പ്രാർത്ഥന, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥന. ഓരോ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ ജീവിതം, ഈശോയുടെ പീഡാനുഭവം, ഉത്ഥാനം, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നസ്രത്തിലെ തിരുക്കുടുംബത്തെ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജപമാലയൊക്കെ ചൊല്ലി ഈ കുടുംബ പ്രാർത്ഥനയിൽ ഉറച്ചു പോകുന്ന കുടുംബാംഗങ്ങൾ ഒരാൾ പോലും ഉറപ്പാണ് ആത്മാർത്ഥതയോടെ ചെല്ലുന്ന പ്രാർത്ഥന വേസ്റ്റ് ആവില്ല. അത് വിശ്വാസത്തിൽ നിന്നൊന്നും ഒരിക്കലും താഴെ പോവില്ല. വിശുദ്ധിയിൽ നിന്നൊന്നും ഒരിക്കലും താഴെ പോകാതെ പരിശുദ്ധ അമ്മയും ഈശോയൊക്കെ കാത്തുകൊള്ളും. ജപമാലയുടെ വലിയ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ.